പറയുമ്പോൾ തന്നെ നമ്മളുടെ മനസ്സിലേക്ക് ഓടിയെത്തുന്നത് സദ്യയും പായസമാണ്. ഈ പായസത്തിനെ നമുക്കൊന്ന് സ്പെഷ്യൽ ആക്കിയാലോ? കാലങ്ങളായി ഓരോ വീട്ടിലും പായസത്തെ സാധാരണയിൽ നിന്നും വ്യത്യസ്തമാക്കുന്ന ഒരു രഹസ്യക്കൂട്ടുണ്ട്. അത് നെസ്ലെ മിൽക്ക് മെയ്ഡ് ആണ്. നല്ല ക്രീമി ആയിട്ടുള്ള പായസം നമുക്ക് തയ്യാറാക്കാൻ വേണ്ടി പാനിലേക്ക് ഞാൻ ഗീ ഒഴിച്ച ശേഷം ഞാനിവിടെ ക്യാരറ്റ് കുറച്ച് പാലൊഴിച്ചിട്ട് അതൊന്ന് അടിച്ചെടുക്കുന്നുണ്ട്. അപ്പൊ അത് നമുക്ക് പാനിലേക്ക് ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഓണം വരുമ്പോൾ തന്നെ വീടിന്റെ അന്തരീക്ഷം ആകെ മാറും. പൂക്കളത്തിന്റെ നിറവും സദ്യയുടെ മണവും കുടുംബത്തിന്റെ ഒത്തുചേരലും എല്ലാം കൂട്ടിയിട്ട് ഒരാഘോഷം. ഇതിലേക്ക് നമുക്ക് കുറച്ച് പഞ്ചസാരയും റവയും ഏലക്കാപ്പൊടിയും ചേർത്തൊന്ന് ഇളക്കി കൊടുക്കാം. ഉരുട്ടുന്ന പരുവത്തിൽ നമ്മളിത് ഇളക്കി എടുക്കണം. ഇനി നമുക്കിത് ഇതുപോലെ ഒന്ന് ഉരുട്ടി ചെറിയ ബോൾസ് ആക്കി ഒന്ന് മാറ്റി വെക്കാം. എപ്പോഴും നമ്മളെല്ലാവരും വ്യത്യസ്തത ഇഷ്ടപ്പെടുന്നവരാണ് അല്ലേ? ഇപ്പൊ മിക്ക വീടുകളിലും നമ്മള് പായസത്തിന്റെ മധുരം വർദ്ധിപ്പിക്കാനും രുചി കൂട്ടുവാനും നമ്മൾ നെസ്ലെ മിൽക്ക് മെയ്ഡ് ആണ് ഉപയോഗിക്കുന്നത്. നല്ല ക്രീമി ആയിട്ടുള്ള ടെക്സ്ചറാണ്. അപ്പൊ നല്ല ചൂട് പാലില് ഈ നെസ്ലെ കണ്ടൻസ്ഡ് മിൽക്ക് ഒഴിക്കുമ്പോൾ തന്നെ അതിന്റെ രുചി ഇരട്ടിയാക്കുന്നു. അപ്പൊ ഞാൻ ഈ കുറച്ച് കോൺഫ്ലോറും കൂടി ഇതിലേക്ക് ഒഴിച്ചിട്ട് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുകയാണ്. ഇനി നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ബോൾസ് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന രുചികരമായ ഒരു പായസമാണ് ഇത്. അടിപൊളി ടേസ്റ്റ് ആണ്. അപ്പൊ നമുക്ക് ഇതിന് മീതെ കുറച്ച് ക്യാരറ്റും പിസ്തയും കൂടി ഇതുപോലെ ഒന്ന് ഗാർണിഷ് ചെയ്തിടുമ്പോൾ നമ്മളുടെ അടിപൊളി വെറൈറ്റി ആയിട്ടുള്ള നെസ്ലെ മിൽക്ക് മെയ്ഡ് പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോ ഈ ഓണത്തിന് നിങ്ങളുടെ പായസവും പായ് ഓസമാക്കൂ നെസ്ലെ മിൽക്ക് മെയ്ഡിനൊപ്പം.